കേരളത്തിലെ വനങ്ങൾ കേരളത്തിലെ വനങ്ങളെ പ്രധാനമായിട്ടും നാലായിട്ട് തിരിച്ചിരിക്കുന്നു. കേരളത്തിലെ വനങ്ങളെ പ്രധാനമായിട്ടും നാലായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തത് അർദ്ധ നിത്യഹരിത വനങ്ങൾ. 600 മുതൽ 800 മീറ്റർ ഉയരത്തിൽ വളരുന്ന മരങ്ങൾ കാണപ്പെടുന്ന പ്രദേശമാണിത്. 600 മുതൽ 800 മീറ്റർ ഉയരത്തിൽ വളരുന്ന മരങ്ങൾ കാണപ്പെടുന്ന പ്രദേശം. രണ്ടാമത്തത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ പശ്ചിമഘട്ടത്തിലെ കുന്നുകളുടെ ചരിവുകളിൽ കാണപ്പെടുന്നു. പശ്ചിമഘട്ടത്തിലെ കുന്നുകളുടെ ചരിവുകളിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന വനങ്ങളാണ് ഇവ. പരമാവധി 10 മീറ്റർ ഉയരത്തിൽ വളരുന്ന മരങ്ങൾ ഉൾപ്പെടുന്നു. പരമാവധി 10 മീറ്റർ ഉയരത്തിൽ വളരുന്ന മരങ്ങൾ കാണപ്പെടുന്ന പ്രദേശം. മൂന്നാമത്തത് പടിഞ്ഞാറൻ തീരത്തെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. പടിഞ്ഞാറൻ തീരത്തെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ മൂന്നാമത്തതാണ്. 45 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള മരങ്ങളുള്ള ഇടതൂർന്ന നിത്യഹരിത വനങ്ങളാണ് ഈ പ്രദേശത്തുള്ളത്. അന്നേരം 45 മീറ്ററാണ് ഇവിടെ. അന്നേരം പടിഞ്ഞാറൻ തീരത്ത് 45 മീറ്ററിൽ കൂടുതൽ ഉയരത്തിലുള്ള മരങ്ങൾ. ഓക്കെ, പ്രധാനപ്പെട്ടതാണ് പേൻ, പായൽ, ഓർക്കിഡുകൾ, ചൂരൽ, മുള എന്നിവ ഈ ഭാഗത്ത് സമൃദ്ധമായി കാണപ്പെടുന്നു. എന്നിവ ഈ ഭാഗത്ത് പ്രധാനമായിട്ടും കാണപ്പെടുന്നു. ഉയരവും മഴയുടെ അളവും കൂടുന്നതനുസരിച്ച് ഈ പ്രദേശത്തെ വനത്തിൻ്റെ ഉയരം കുറഞ്ഞു വരുന്നു. അന്നേരം മഴയുടെ അളവും ഉയരവും, അതായത് ഹൈറ്റ് കൂടുന്നതനുസരിച്ച്, ചരിവ് പ്രദേശത്തിൻ്റെ ഹൈറ്റ് കൂടുന്നതനുസരിച്ചും മഴയുടെ അളവും കൂടുന്നതനുസരിച്ച് ഈ പ്രദേശത്തെ വനത്തിൻ്റെ ഉയരം കുറഞ്ഞു വരുന്നു. ഈ വനപ്രദേശത്ത് ഏകദേശം 250 മുതൽ 1200 മീറ്റർ വരെ ഉയരത്തിൽ മരങ്ങൾ കാണപ്പെടുന്നുണ്ട്. 250 മുതൽ 1200 മീറ്റർ ഉയരത്തിലുള്ള മരങ്ങൾ ഈ പ്രദേശത്ത് കാണപ്പെടുന്നുണ്ട്. ഇവിടെ മഴ പെയ്യുന്നത് 1500 മുതൽ 5000 മില്ലി ലിറ്റർ വരെ വ്യത്യാസപ്പെടുന്നതുമുണ്ട്. അന്നേരം പടിഞ്ഞാറൻ തീരത്തെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ്. 45 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ളതാണ്. ഫേൻ, പായൽ, ഓർക്കിഡുകൾ, ചൂരൽ, മുള എന്നിവ സമൃദ്ധമായി വളരുന്നു. ഉയരവും മഴയുടെ അളവും കൂടുന്നതനുസരിച്ച് ഈ പ്രദേശത്തെ വനത്തിൻ്റെ ഉയരം കുറയുന്നു. 250 മുതൽ 1200 മീറ്റർ വരെ ഉയരത്തിലുള്ള മരങ്ങളും ഈ പ്രദേശത്തുണ്ട്. മഴ പെയ്യുന്നത് 1500 മുതൽ 5000 മില്ലി ലിറ്റർ വരെ വ്യത്യാസപ്പെടുന്നുണ്ട്. നാലാമത്തത് ആർദ്ര നിത്യഹരിത വനങ്ങൾ അല്ലെങ്കിൽ അർദ്ധ നിത്യഹരിത വനങ്ങൾ. പശ്ചിമഘട്ടത്തിൽ കാറ്റിന് അഭിമുഖമായുള്ള പ്രദേശത്ത് കണ്ടുവരുന്നു. പശ്ചിമഘട്ടത്തിൻ്റെ കാറ്റിന് അഭിമുഖമായുള്ള പ്രദേശത്ത് കണ്ടുവരുന്നു. മഴയുടെ ശരാശരി അളവ് 2000 മില്ലി ലിറ്ററിൽ മുകളിലാണ്. 2000 മില്ലി ലിറ്ററിൽ മുകളിലാണ് മഴയുടെ ശരാശരി. ഇനി കേരളത്തിലെ വനങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന ജൈവ വൈവിധ്യങ്ങൾ. ഒന്നാമത്തത് സിംഹവാലൻ കുരങ്ങ്. സിംഹവാലൻ കുരങ്ങിനെ നമുക്കറിയാം, പ്രധാനപ്പെട്ട വംശനാശ ഭീഷണി നേരിടുന്ന ഒന്നാണ് സിംഹവാലൻ കുരങ്ങ്, സൈലന്റ് വാലി. നീലഗിരി ലങ്കൂർ ഇതാണ്. കരിങ്കുരങ്ങ് എന്നും ഇതിനെ അറിയപ്പെടുന്നു. മൂന്നാമത്തത് നീലഗിരി മാർട്ടൻ, മരനായ നീലഗിരി മാർട്ടൻ ഇതാണ് നീലഗിരി മാർട്ടൻ. ട്രാവൻകൂർ ഫ്ലൈയിങ് സ്ക്വാറൽ, പറക്കുമണ്ണാൻ. ട്രാവൻകൂർ ഫ്ലൈയിങ് സ്ക്വാറലാണിത്. അടുത്തത് ബ്രൗൺ മാൻഗൂസ്, തവിടൻ കീരി. ബ്രൗൺ മാൻഗൂസ്. മലബാർ സീവറ്റ്, മലബാർ വെരുക്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളിൽ ഒന്നാണ് മലബാർ വെരുക്. ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ, മലമുഴക്കി, വേഴാമ്പൽ. ലാസ്റ്റ് വൺ ഗ്രേറ്റ് ഇന്ത്യൻ നൈറ്റ് ജാർ, ചെറിയ നൈറ്റ് ജാർ. പ്രധാനമായും ഇവയാണ് കേരളത്തിൽ കാണപ്പെടുന്ന ജൈവ വൈവിധ്യങ്ങൾ.